കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ആ ഒരു തലമുറയിലുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടി അതിനോടുള്ള ഒരു താല്പര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു സഹായിക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ട്. മറ്റുള്ളവർ എന്താണെന്ന് എനിക്കറിയില്ല. ബാധ്യതയാവോ, പൈസ ചെലവാവോ, സമയം വേസ്റ്റ് ആവോ, എന്താന്നറിയില്ല. ഇപ്പൊ അയാള് ആരോഗ്യവാനായിട്ട് ടൗണിൽ കൂടെ നടക്കണു. ഇന്നലെയും കൂടി കണ്ട്, ഞാൻ വണ്ടിയിൽ പോകുമ്പോ കണ്ടില്ല. അപ്പൊ ആ ഷോപ്പിലത്തെ ആള് പറഞ്ഞു, വിളിക്കണോ ചേട്ടൻ തോന്നു. വിളിച്ചു, കണ്ടു. പിന്നെ ഒരു ഭക്ഷണം കഴിച്ചു ചോദിച്ചു. ഇല്ല കഴിക്കാൻ പോണു പറഞ്ഞു. ഇങ്ങനെ പൈസ ഉണ്ടോ ചോദിച്ചു. ഇപ്പൊ ഉണ്ട് പറഞ്ഞു. അപ്പൊ ആ കിട്ടുന്ന ഒരു നിർവൃതി എനിക്ക് വേറെ എന്ത് ഞാൻ ഭക്ഷണം കഴിച്ചാലും കൂടി കിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ചേച്ചിയുടെ മിക്കവരും ചോദിച്ചിട്ടുള്ളതായിരിക്കും, ആത്മാവ് എന്നൊക്കെ പറയുമ്പോ നമ്മളിപ്പോ പേടിയുള്ള ഒരു ഭാഗം കൂടെ അതിനകത്തുണ്ട്. അപ്പൊ ചേച്ചിക്ക് എപ്പോഴെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടില്ല? ഇതുവരെ ആത്മാവ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കാം, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ആ മനുഷ്യൻ ആത്മാവായി പോകുന്നതിന്റെ മുമ്പ് ഇപ്പൊ നമ്മുടെ വീട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവാണ് പറഞ്ഞിട്ട് നമ്മള് കുറെ വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. നമ്മൾ പുഴയെ കൊണ്ടുപോയിട്ട് വെളിയിടണോ, അത് നമ്മുടെ വിശ്വാസം, കാരണന്മാര് തരുന്ന വിശ്വാസം. പക്ഷെ അങ്ങനെ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ വീട്ടിൽ കിടക്കുമ്പോൾ അവർക്കൊരു നേരം ആഹാരം കൊടുക്കാതെ ഞാൻ പുഴയെ കൊണ്ടിട്ടിട്ട് എന്താ മോളെ കാര്യം ഉണ്ടോ? ഇല്ലല്ലോ. അതല്ലാതെ ഞാൻ എൻ്റെ പവറിന് എനിക്ക് ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾക്കും എനിക്ക് വലിയ പേരെടുക്കാനും വേണ്ടിയിട്ട് അച്ഛനും അമ്മേനൊന്നും ഫോട്ടോ എടുത്ത് അയച്ച് മരിച്ചു കഴിഞ്ഞിട്ട് കുറേ സദ്യ നടത്തിയിട്ടും ഐവർ മഠത്തിലാണ് ചെയ്തെന്നും ഞാൻ അവിടെ പോയിട്ട് പാവപ്പെട്ടവർക്ക് കുറേ കൊടുത്തു എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അച്ഛനെ ആണെങ്കിലും അമ്മയാണെങ്കിലും നമ്മുടെ സമൂഹത്തിനാണെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാർ പട്ടിണി കിടക്കണ്ടാവും. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ എൻ്റെ വീട്ടിലാണെങ്കിലും ആരുടെ വീട്ടിലാണെങ്കിലും ഞാൻ ഹൈ പൊസിഷനിലാണെങ്കിലും എൻ്റെ തലമുറ ഒരു 4 തലമുറ എടുത്താലും പാവപ്പെട്ടവരുണ്ടാവേ. അവരുടെ കുട്ടികൾക്കോ പഠിക്കാനോ ഭക്ഷണമോ എന്തെങ്കിലും കൊടുത്താലും അതൊരു പുണ്യാണ്. വിധവയാള സ്ത്രീകളുണ്ടാവും, അടുത്ത വീട്ടിൽ വിധവയായ സ്ത്രീകളുണ്ടാവും. നമ്മുടെ മാനം കൊണ്ട് നമ്മൾ ചോദിക്കില്ലേ, അഭിമാനം കൊണ്ട്. അവരെയൊക്കെ തിരഞ്ഞെടുത്ത് നമ്മൾ അവർക്കൊക്കെ സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യുക. പിന്നെ ഇപ്പൊ റെയിൽവേ ട്രാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ ആളില്ല, ഉണ്ടെങ്കിലും എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും. മറ്റുള്ളവരെന്നെ സഹായിക്കുക, അവരെന്നെ സ്നേഹമായിട്ട് പെരുമാറുക. ചേച്ചി നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളിൽ അതിനകത്ത് എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനാഥരായിട്ടുള്ള ആളുകളാണെങ്കിലും അവരുടെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി അതിൻ്റെ ചെലവെടുത്ത് നടത്തുന്നുള്ളത്. അപ്പോൾ ചേച്ചി അതെങ്ങനെ മാനേജ് ചെയ്യുന്നത്? കാരണം എല്ലാവർക്കും പറ്റില്ല എന്ന് എനിക്കറിയാം. കാരണം പൈസ ചെലവാക്കാനുള്ള മടിയുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ സഹായിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ചേച്ചി ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കുമല്ലോ ഇതൊക്കെ. അപ്പോൾ ചേച്ചി അതെങ്ങനെയാ? ഇപ്പോൾ പരിചയമില്ലാത്ത പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 1-2 അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെല്ലണ സമയത്ത് ഒന്നെങ്കിൽ അതിൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ അതിൻ്റെ ഭാര്യ മരിച്ചവരുടെ ആരെങ്കിലും അന്യനാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നോ ഹിന്ദിക്കാരോ ആരെങ്കിലുമൊക്കെ ഇവിടെ വന്നുകൂടി മരിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിലും പുറംപോക്കിൽ ജീവിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വാടക കൊടുത്തിരിക്കാവും. ഈ മരിച്ചിട്ട് കൊണ്ടുപോയി 4,000 രൂപയൊക്കെ ചിലവാക്കുക അവരടുത്ത് ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾക്ക് ഇവിടെ നൗഷാദ് ആംബുലൻസ് പറഞ്ഞിട്ട് ഒരു ആംബുലൻസ് ഉണ്ടാവും, സേവന ഹോസ്പിറ്റലിൻ്റെ അവിടെ ഓടുന്ന കുട്ടിയാണ്. അവനെ ഏത് സമയത്ത് വിളിച്ചാലും ആ കുട്ടിയുടെ വണ്ടി ഓട്ടത്തിലാണെങ്കിൽ നമുക്ക് വേറെ വണ്ടി വിട്ടു തരും. ആംബുലൻസിന്റെ ഒരു ഭാഗം അവൻ 3/4 ഭാഗത്തോളം നമുക്ക് ലെസ് ചെയ്ത് തരും. ആ പെട്രോൾ അടിക്കേണ്ട പൈസ മാത്രമേ ഞാൻ കൊടുക്കുക, വേറൊരാൾ വിളിച്ചാൽ ചെയ്തോളന്നില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ ഏർപ്പെടുകയാണെങ്കിൽ ആ പെട്രോൾ അടിച്ചു കൊടുത്താലും 3000 ഉള്ളത് 500, 600, 1000 കൊടുത്താലും ആ ഭാഗം ക്ലിയർ ആയി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ അവിടെ സംസ്കാരത്തിന് ചെന്ന് കഴിഞ്ഞാൽ ഇവര് ചെന്ന 5000, 6000 ചോദിച്ചാൽ ഒരു 3000 കൊടുത്താലും നമ്മൾ കൊടുക്കണതല്ല. അവര് ചേച്ചി തന്നില്ലേലും കുഴപ്പമില്ല അവർ. പക്ഷെ ഞാൻ കൊടുത്തിരിക്കും. കാരണം അവർക്കത് അവര് ജോലിയാണ്, അവരുടെ കാര്യങ്ങളൊക്കെ അവർക്കും വേണ്ടേ. അവര് ചെയ്യുന്നത് അവരുടെ ജോലിയാണ്. അപ്പൊ അതിനൊക്കെ അതിനൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വഴിയായിട്ട് ഭഗവാൻ തന്നിരിക്കും. ഇപ്പൊ നമുക്കിപ്പോ ഒന്നും വേണ്ട. അപ്പൊ ഞാൻ തട്ടിത്തടഞ്ഞ് വീണ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ 2000 ചെലവാവില്ലേ? ആ വീഴ്ച ഇല്ല എന്നാണ് വിചാരിച്ച പോരെ. ഞാൻ വീണിട്ടില്ലേക്ക് ഒന്നും പറ്റിയിട്ടില്ല. അത് കർമ്മത്തിന്റെ അതപ്പോ കർമ്മഫലമായിരിക്കും. ഇപ്പൊ എനിക്കൊന്നും പറ്റണില്ല, അസുഖമില്ല, മരുന്നില്ല, ഒന്നും കഴിക്കണമെന്നില്ല, ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അതിപ്പോ എനിക്ക് സേവനെ പോയി 2 ദിവസം കഴിച്ച മരുന്നിന്റെ അയാൾക്ക് കൊടുത്തു. ഇനിയിപ്പോ നാളത്തേക്ക് എടുത്തേക്കാൻ പറ്റുമോ ഒരു ബോഡി? അവരുടെ അമ്മയുടെ ഒരു ദിവസം ഒരു ആളെ ഇവിടെ മരിച്ചിട്ട് കൊണ്ടുപോകാൻ വണ്ടിയില്ല, ആളില്ല. അങ്ങനെ മരിച്ചിട്ട് ഹോസ്പിറ്റലിൽ ട്രെയിൻ തട്ടി മരിച്ചതാണ്. അത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ കൊണ്ടുപോകാൻ ആളില്ല, അവിടെ മോർച്ചറി കൊണ്ടൊക്കെ ആളില്ല, നാട്ടിലാരും ഇല്ല. ഏതോ ഒരു നാട്ടിലാണ് അവര്, ഇതൊരു സ്ഥലപ്പേര് പറഞ്ഞു. അപ്പൊ അവർക്ക് കൊണ്ടുപോകാൻ ആ അമ്മയച്ച ഭയങ്കര കരച്ചിൽ. ഞാൻ അമ്മേനെ തട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അമ്മ ഒരു വിഷമിക്കണ്ട, മരിച്ചത് പോയി, അമ്മേനെ എങ്ങനെയെങ്കിലും ഞങ്ങൾ നാട്ടിലെത്തിക്കാം, നാടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇവിടെയെങ്കിലും ജീവിക്കാലോ.
അപ്പൊ പറഞ്ഞു ഇത് സംസ്കാരം നടത്താനുള്ളത് ഒന്നും അറിയണ്ട, ഞങ്ങളുടെ കൂടെ വണ്ടിയിൽ കയറിയിരുന്നാൽ മതി, അതിന്റെ എല്ലാ ചെലവുകളും ഞാൻ വഹിച്ചിരിക്കും അങ്ങനെ പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിലൊക്കെ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റിന്നൊക്കെ അനുവദിച്ച് തരുമൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ചെറിയ റെയിൽവേ സ്റ്റേഷൻ തട്ടിക്കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, മോർച്ചറിയിൽ വെക്കും. ആളുകൾ ഉണ്ടെങ്കിൽ അവരിവിടെ വന്നിട്ട് പിന്നെ ബോഡി ഏറ്റെടുക്കുമ്പോൾ അതിന്റെ ചെലവുകളൊക്കെ അവർ വഹിക്കും. ഇതില്ലാതെ പാലക്കാട്ടേക്ക് അയക്കും. പാലക്കാട്ടേക്ക് അയച്ച് 4 ദിവസം പേപ്പറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആളില്ലെങ്കിൽ 5ാമത്തെ ദിവസം ഇവിടെ പാലക്കാട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് നമ്മൾ എഴുതി കൊടുക്കുകയാണെങ്കിൽ, ഹോസ്പിറ്റൽ ലെറ്ററും പോലീസിന്റെ ലെറ്ററൊക്കെ ആണെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് നമുക്ക് അനുവദിച്ച് തരും, അനുവദിച്ച് തരാറുണ്ട്. പക്ഷെ അത് അനാഥകളായിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. മുനിസിപ്പാലിറ്റിക്കാരുടെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. കാരണം ചിലതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയിക്കാറില്ല. എല്ലാത്തിനും ഇപ്പൊ അവിടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മൾ വലിയൊരു കാര്യം വരുമ്പോൾ ചെറിയ കാര്യങ്ങൾ കുറെ കൊടുത്തിട്ട് വലുതില്ലാതെ കണ്ടു. മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സപ്പോർട്ടിങ്, അത് പറയാതിരിക്കാൻ വയ്യ. പോലീസ് സ്റ്റേഷൻ, മുനിസിപ്പാലിറ്റി, റെയിൽവേ, ഹോസ്പിറ്റലുകള്, ഇവരൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടിങ്. നമുക്ക് പറഞ്ഞാൽ ഞാൻ ചെല്ലണ സമയത്ത് സപ്പോർട്ടിങ്. ഇപ്പോ താലൂക്ക് ആശുപത്രിയിൽ ആളില്ലാതെ കിടന്നിട്ടുണ്ടായിരുന്നു, ഒരു പയ്യൻ. അപ്പൊ അവന് എന്റെ ഒരു സംരക്ഷണത്തിലാണ്, സ്നേഹനിലയം എന്ന് പറഞ്ഞിട്ടൊരു സംരക്ഷണത്തിൽ 28 വയസ്സായ ഒരു പയ്യനെ ഞാൻ സംരക്ഷിക്കുന്നു. ഇപ്പൊ അവനുള്ളത് മെഡിക്കൽ കോളേജ് തൃശ്ശൂരാണ്. കാലിലെ കമ്പി പൊട്ടി, ഇപ്പൊ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്, പ്ലാസ്റ്ററും പൊട്ടി. ഇപ്പൊ അവൻ ആരും ഇല്ലാതെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. അവന്റെ മാറിക്കഴിഞ്ഞാൽ അവൻ ആരെങ്കിലും ഫോണിൽ നിന്ന് എന്നെ വിളിക്കും. അപ്പൊ ഞാൻ ആംബുലൻസ് വിടും, എന്നിട്ട് അവനെ ഈ സ്നേഹനിലയത്തിൽ കൊണ്ടുവന്നാക്കി കൊടുക്കും. എന്റെ പ്രൊട്ടക്ഷനിലാണ് അവൻ പോകുന്നത്. ആരാന്നോ എന്താന്നോ ഒന്നും നമുക്കറിയില്ല. ഹോസ്പിറ്റലിന് വിളിച്ചതിനനുസരിച്ചിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോ ചേച്ചിക്ക് ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പുരസ്കാരങ്ങൾ ഇതിന്റെ പേരിൽ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു? പുരസ്കാരങ്ങൾ പറഞ്ഞാൽ നമ്മുടെ പിന്നെ നാട്ടിൻപുറത്തുള്ള കുറേ പിന്നെ പുരസ്കാരങ്ങള് ഇതായിട്ട്, പിന്നെ ചേംബറിന്റെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നാട്ടിലെല്ലാവർക്കും ചേച്ചിനെ അല്ലേ? നാട്ടിലെല്ലാവർക്കും ചേച്ചിനെ അറിയാം. അതെന്ന് പറഞ്ഞാൽ നമ്മളെന്നറിയാം, അങ്ങനെ ഒരു മേഖലയിൽ മേഖല പറഞ്ഞ മോളെ സ്നേഹം പറഞ്ഞതൊരു കാശ് കൊടുത്ത് കിട്ടില്ല. അതെ അതെ, സ്നേഹം പറഞ്ഞ പല തരത്തിലുണ്ട്. ആരെയും നമുക്ക് സ്നേഹിക്കാം. ഇപ്പൊ മോളേനെ സ്നേഹിക്കുന്നപ്പോ ഇന്ന് കണ്ടു, നമ്മൾ സ്നേഹിക്കുന്നു. പിന്നെ നമുക്ക് അച്ഛനായിട്ട്, അമ്മയായിട്ട്, ആങ്ങളായിട്ട്, ഏട്ടനായിട്ട്, സഹോദരനായിട്ട് സ്നേഹം പറഞ്ഞ പല രൂപത്തിലാണ്. ഞാൻ മോളേനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നുണ്ട്, അച്ഛനെ ഉമ്മ വയ്ക്കുന്നുണ്ട്, സഹോദരനെ ഉമ്മ വയ്ക്കുന്നുണ്ട്, ഒരു ഫ്രണ്ടിനെ കണ്ട ഉമ്മ. പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന വികാരങ്ങളാണ് ഇതൊക്കെ നല്ലതും ചീത്തയാക്കുന്നത്. നമുക്ക് വേണ്ടത് എടുക്കുക, വേണ്ടാത്ത കളയുക. ഇപ്പൊ എല്ലാവരും നമ്മളോട് ഹായ് പോയി എന്നൊക്കെ കൊണ്ട് സ്നേഹത്തിന്റെ അപ്പുറം ലോകത്തൊന്നും കൊടുക്കാനില്ല. ഒരാള് വന്നിട്ട് ഓരോ വിഷമങ്ങൾ, ഇപ്പൊ എന്നോട് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 8 or 10 വിളികൾ എനിക്ക് വരും. കുറെ ആൾക്കാർ വന്ന് കാണും. ചിലപ്പോ കുടുംബ പ്രശ്നങ്ങളായിരിക്കാം. കാരണം ഞാൻ വലിയ ആളായിട്ടൊന്നല്ല, എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഞാൻ അങ്ങനെ ഇത് തീർത്താ ചേച്ചിയുടെ അടുത്ത് വന്നു കഴിഞ്ഞ ഒരു വിശ്വാസം ഉണ്ട്. അത് കുറെ നമുക്ക് തീർക്കാനും പറ്റുന്നുണ്ട്. കുറെ മധ്യസ്ഥകള്, കുറെ കുടുംബ പ്രശ്നങ്ങള്, ചില ആരോടും പറയാൻ പറ്റാത്ത കുറെ പ്രശ്നങ്ങള്, സ്വത്തിന്റെ പ്രശ്നങ്ങള്, ഫാമിലിയിൽ ഭാര്യയും മക്കളും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങള്, അങ്ങനെ പല പല കോടതിയിൽ കുറെ കേസ് കൊടുത്തതിന്റെ പ്രശ്നങ്ങൾ, അവർക്കൊന്നും ആവുന്നില്ല പ്രശ്നങ്ങള്, ഹോസ്പിറ്റലിന്റെ മരുന്നില്ലാത്ത കുറെ പ്രശ്നങ്ങള്, അങ്ങനെ പ്രശ്നങ്ങള് നാട്ടിൽ ഒരുപാട് ഉണ്ടാവും. അപ്പൊ കുറെ ആൾക്കാരൊക്കെ വരുമ്പോ നമുക്ക് ചെയ്ത് തീർത്തു കൊടുക്കാൻ പറ്റുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്, ചെയ്ത് കൊടുക്കാറുണ്ട്. അത് മുഴുവൻ പൈസ കൊണ്ട് തീർക്കുന്നതല്ല. നമ്മൾ വിചാരിക്കലോ പണം ഉണ്ടെങ്കിൽ എല്ലാം തീർക്കാൻ പറ്റുന്നു, അത് വെറുതെയാ. പണം കൊടുത്തൊന്നും വാങ്ങാൻ പറ്റുമായിരിക്കും, പക്ഷെ ചില കാര്യങ്ങൾ സ്നേഹം പണം കൊടുത്താൽ കിട്ടുമോ? ഇല്ല, കിട്ടില്ല. അപ്പോ പിന്നെ ഇപ്പോഴത്തെ ചെക്കന്മാരൊക്കെ പണം കൊടുത്തിട്ടൊക്കെ 10 ദിവസം 20 ദിവസം ഞാൻ സ്നേഹം നിലനിൽക്കും. അപ്പോ സ്നേഹത്തിനോ അല്ലെങ്കിൽ നമ്മള് വിലമതിക്കാത്ത കുറേ ബന്ധങ്ങൾ ഉണ്ടാവും നമുക്ക് നാട്ടില്. ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു അഡ്വക്കേറ്റിനെ വിളിച്ചിട്ട് എനിക്ക് സംസാരിച്ച്, അല്ലെങ്കിൽ ഒരു സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടോ, ഒരു പഞ്ചായത്തിലേക്ക് വിളിച്ചിട്ടോ, വീടിന്റെയോ സ്ഥലത്തിന്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അത് എവിടെ ചെന്ന് സംസാരിക്കണമെന്നോ, ആരോട് പറയണമെന്നോ, എന്ത് ചെയ്താലാണ് എൻ്റെ പ്രശ്നം തീരുക എന്നോ അറിയാത്ത കുറെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പേപ്പറും ന്യൂസും എന്തുണ്ടെങ്കിലും അറിയാത്തതുണ്ട്. ഞാൻ ചെയ്തപ്പോ സമ്മതിക്കോ, അല്ലെങ്കിൽ എനിക്ക് അതിന്റെ നീതി കിട്ടുമോ, അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ ഓരോ വഴിക്ക് പറഞ്ഞയക്കും, ഓരോ സ്ഥലത്തേക്ക് ചെന്ന് പറഞ്ഞയക്കും. അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങള്, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങള്, അപ്പൊ അതൊക്കെ കുറെ നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ പറ്റും. അപ്പൊ ചിലപ്പോ കല്യാണം കഴിച്ചുകൊണ്ടായ അമ്മയായിരിക്കും അവിടുത്തെ പ്രശ്നം. മകളും മരുമകനും നന്നായി ജീവിക്കുകയാണെങ്കിലും ഈ മകളോട് ഈ അമ്മയും ചിലപ്പോ പറഞ്ഞു കൊടുക്കണ്ടാവും. ഈ അമ്മ കാരണം ചിലപ്പോ ആ ഭാര്യയും ഭർത്താവും എന്നും പ്രശ്നം ഉണ്ടാവും. അപ്പൊ ആദ്യം നമ്മൾ ആരെ പോയി കാണണ്ട, ഈ പെൺകുട്ടിയുടെ അമ്മേനെ. മകളും ഭർത്താവും സമാധാനമായിട്ട് എവിടെയെങ്കിലും ജീവിച്ചോട്ടെ, അടിയും പിടിയും പ്രശ്നങ്ങളും പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാവും.
വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അതവിടെ തീർന്നു. അതല്ലാതെ മകളെയും ഭർത്താവിനെയും വേറെ ആക്കണം നമ്മൾ ഒരിക്കലും പറയാറില്ല. അപ്പൊ സമൂഹത്തിൽ കുറെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പൈസ ഇല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്, കുറെ മധ്യസ്ഥകളുണ്ട്, കുറെ പ്രശ്നങ്ങൾ തീർക്കാൻ 10-15 കൊല്ലത്തെ പ്രശ്നങ്ങൾ തീർക്കാറുണ്ട്. അതിന് നമുക്ക് ഒരുപാട് ആൾക്കാർ എല്ലാ ഭാഗത്തും നമുക്ക് നല്ല സപ്പോർട്ട്. ഭർത്താവും ചേച്ചിയുടെ ഭർത്താവും ഇങ്ങനെ സ്വഭാവം തന്നെയുള്ള ഒരാള് തന്നെയായിരുന്നു. എങ്ങനെ ഇപ്പൊ മരിച്ചു 15 വർഷമായി.